അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മുടെ ന്യൂ സർക്കിൾ ഖുർആന്റെ ബാച്ച് 2 ഡേ 1 ഒന്നാമത്തെ ദിവസത്തെ ലൈവ് ക്ലാസ് ആണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നിങ്ങൾ ഇതിൽ എത്തിപ്പെട്ടതും അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ക്ലാസ് തരാൻ കഴിഞ്ഞതും അള്ളാഹുവിനോട് ആദ്യം സ്തുതി പറയാണ്. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് നന്ദി. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു നല്ല മുസ്ലിമെ ആവാനുള്ള ഒരു മുത്മൈനയിലെ എത്തിയിട്ടുള്ള ഒരു ആത്മാവായിട്ട് നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും സക്സസ് ആയിട്ട് ജീവിതം ജീവിതവും മരണവും നമുക്കൊരു സക്സസ് ആയി കൊണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ന്യൂ സർക്കിൾ ഖുർആൻ എന്ന ഈ പരിശുദ്ധമായ വസ്ത്രത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ പറയാണ്. ഇതൊരു ക്ലാസ് മാത്രമല്ല, ഇതൊരു തിരിച്ചുവരവും കൂടിയാണ്. നമ്മളെ ഹൃദയത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ്, അതുപോലെ അള്ളാഹുവിലേക്കുള്ള ഒരു തിരിച്ചുവരവ്, നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്കുള്ള ഒരു യാത്ര. ഇതിലൂടെ ഞാൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കും. ഓരോരുത്തരും ഓരോ ജ്ഞാനികളും എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇഫ്തഹ് ലനാ അബ്വാബ റഹ്മതിക വഅൻസിൽ അലൈനാ സുകൂനക വനൂറക. യാ അല്ലാഹ്, ഈ മജ്ലിസ് ബർക്കത്തുള്ളതാക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ചിലർ ഇവിടെ എത്തിയിട്ടുള്ളത് മനസ്സിന് വേദനയോട് കൂടിയായിരിക്കും. ചിലർക്ക് ക്ഷീണം, ആഗ്രഹമുണ്ട് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ, പക്ഷെ ക്ഷീണം സമ്മതിക്കുന്നില്ല. ചിലര് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ഞാൻ ഒരു നല്ല മുസ്ലിമയാണോ എന്നുള്ള സംശയത്തോടെ ആയിരിക്കും പലരും ഈ ഒരു വോയിസ് കേൾക്കുന്നത്. ഇന്നത്തെ ഈ ദിവസം നമ്മൾക്ക് ഒരു കാര്യം മാത്രമേ തീരുമാനിക്കാനുള്ളൂ. ഞാനൊരു പെർഫെക്റ്റ് മുസ്ലിമ ആകാനല്ല, ഒരു മുന്നേറുന്ന മുസ്ലിമ, മുൻപോട്ട് നടക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവായിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു മുസ്ലിമയാവാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണ് ന്യൂ സർക്കിൾ ഖുർആൻ എന്നുള്ളത് ആദ്യം പറയാം. ഇത് പെട്ടെന്ന് ഓതി പഠിക്കാനുള്ള ഒരു കോഴ്സല്ല. അതേപോലെ തന്നെ ഇതൊരു മത്സരമുള്ള ഒരു ക്ലാസ് അല്ല. ഇത് നിങ്ങളുടെ യാത്രയെ ഭാരം കൂട്ടുന്ന ഒരു ക്ലാസ്സും അല്ല. ഇവിടെ ഹൃദയം തിളങ്ങുന്ന ഇടാണ് ന്യൂ സർക്കിൾ ഖുർആൻ എന്ന് പറയുന്നത്. മനസ്സ് ശാന്തമാക്കുന്ന ഒരു വൃത്തം മാത്രം, അല്ലെങ്കിൽ ഒരു വട്ടാണ്. ഖുർആനുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാകുന്ന ഒരിടം, അതാണ് ന്യൂ സർക്കിൾ ഖുർആന്. എന്താണ് ഈ സർക്കിൾ എന്ന് ചോദിച്ചാല്, ഈ ഒരു സർക്കിളിൽ ആരും മുന്നിലും അല്ല പിന്നിലും അല്ല, എല്ലാവരും ഒരേ നിലയിൽ ഒരുമിച്ച് വളരുന്ന ഒരു രൂപം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആ രീതിയിലാക്കി മാറ്റട്ടെ. ഇവിടെ ജഡ്ജ്മെന്റ് ഇല്ല, മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തലില്ല. ഇവിടെ കൂടുതൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യണമെന്നുള്ള പ്രഷർ ഇല്ല. ഇവിടെ ഉള്ളതാകെ അള്ളാഹുവിന്റെ വെളിച്ചം മാത്രം. ആ വെളിച്ചം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ബാധ്യതയായിട്ട് ഞാൻ കാണുന്നത്. അള്ളാഹു ആ ബാധ്യത തീർക്കാൻ, അല്ലെങ്കിൽ അത് എത്തിച്ചു തരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നൊരു പുതിയ ദിവസം തുടങ്ങുകയാണ്. ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയ യാത്ര ആരംഭിക്കാം. ഒരു നല്ല മുസ്ലിമയാവാന്, മുത്മയിന്നയിലുള്ള ആത്മാവാന്, വിജയിയായിട്ടുള്ള ഒരു സ്ത്രീ ആവാൻ ഇൻഷാ അല്ലാഹ്. ഒരു നല്ല മുസ്ലിമ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? അതിന്റെ അർത്ഥം എല്ലാം അറിയുന്നവളെ എന്നല്ല, പക്ഷെ ഒരിക്കലും വീഴാത്തവളെ, അല്ലെങ്കിൽ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്തവളെ എന്നല്ല, പക്ഷെ വീണാലും വീണ്ടും അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്നവള്, അള്ളാഹുവിന്റെ വാക്കുകളോട് ബന്ധം കാത്തു സൂക്ഷിക്കുന്നവള്, അള്ളാഹുവിന്റെ വാക്കുകളെ അനുസരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവള്. ഇതാണ് ഒരു നല്ല മുസ്ലിമ, അനുസരണ ഉള്ളവള്. ഇന്ന് വരെ നിങ്ങൾക്ക് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒരു അള്ളാഹിന്റെ നിയമങ്ങളുള്ള ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒരുപാട് ഓതാനുള്ള ഒരു ദിവസം ഒരുപാട് ഓതാനുള്ള ഒരു ഭാരമുള്ള ഒരു പുസ്തകം അല്ലെ? ഇന്നു മുതൽ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തായി മാറുകയാണ്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും ഖുർആൻ എന്ന് പറയുമ്പോൾ അത് എന്റെ സുഹൃത്താണ് എന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റും. ഇൻഷാ അല്ലാഹ്.
മുത്മയിന്ന എന്ന് പറഞ്ഞാല് ഒരു സമാധാനം പറഞ്ഞ ആത്മാവ്. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം അതാണ്. അള്ളാഹു ഖുറാനിൽ പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്, യാ അയ്യുഹൻ നഫ്സുൽ മുത്മയിന്ന, ശാന്തമായ ആത്മാവെ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറയുന്നുണ്ട്. നമ്മളെ ശാന്തമായ ആത്മാവ് അല്ലെങ്കിൽ സമാധാനം അടഞ്ഞ ആത്മാവ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ വിശ്രമിക്കുന്ന ഹൃദയമാണ്. നമുക്ക് എപ്പോഴാണ് ഒരു കാര്യത്തിൽ സമാധാനാവുക? അതൊക്കെ ഓക്കെ, ഒരുപാട് മക്കളുള്ളവരാണ് ചില കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയി അല്ലെ, അൽഹംദുലില്ലാ, ഇപ്പൊ കുറെ സമാധാനമായി. അല്ലെങ്കിൽ ഒരു വീട് എടുക്കുന്നുണ്ടെങ്കിൽ ആ വീട് ശരിക്കും കഴിഞ്ഞ് അൽഹംദുലില്ലാ, ഈ രീതിയിലാണ് നമ്മൾ സമാധാനം കണ്ടെത്തുക. എന്നാൽ ഇതെല്ലാം നമ്മൾ അള്ളാഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിലോ, അള്ളാഹു നമുക്ക് എന്താണോ നമ്മളെ ഏറ്റവും നല്ലത് അത് നമുക്ക് എത്തിച്ചു തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് പരമേൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ നിയമത്തുകളും ഇറക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കയ്യിലേക്കാണ് നമ്മൾ നമ്മളെ ഈ ആഗ്രഹങ്ങളും നമ്മളെ ആവശ്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഹൃദയമായി മാറുന്ന സമയത്ത് നമുക്ക് ഹൃദയത്തിൽ അള്ളാഹിന്റെ വെളിച്ചം മാത്രം നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും, നമ്മളെ ഇഹലോകത്തുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങളായി തോന്നാതെ ചേമ്പിലയിലെ വെള്ളം പോകുന്ന പോലെ പ്രശ്നങ്ങളെല്ലാം ആ ഒരു കണ്ണാടിച്ചിലിന് അപ്പുറത്ത് കൂടെ എല്ലാം മുന്നോട്ട് പോകും. നമ്മളെ ഹൃദയത്തിൽ ആ ഒരു പ്രശ്നം വിഷമിക്കാൻ ഇടവരാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് മുത്മയിന്ന എന്ന് പറയുന്നത്, നഫ്സുൽ മുത്മയിന്ന. മുത്മയിന്ന എന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമെന്നോ അല്ലെങ്കിൽ പരീക്ഷണങ്ങളില്ലാത്ത വഴിയെന്നോ ഒന്നും അല്ല. പക്ഷെ എല്ലാ സാഹചര്യങ്ങളും അള്ളാഹുവിനെ പിടിച്ചു നിൽക്കുന്ന ഒരു മനസ്സ്. നമ്മളെ സ്ത്രീകൾ എല്ലാം ചുമക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം ഒറ്റയ്ക്ക് നേരിടുന്നു, അതിന്റെ ഇടയിൽ എന്റെ മനസ്സ് ക്ഷീണിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, കേൾക്കാറുള്ളത്. എന്നാൽ സത്യത്തില് നൂർ സർക്കിൾ ഖുറാനിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാം ചുമക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം സഹിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒറ്റയ്ക്ക് നേരിടേണ്ട ആവശ്യമില്ല. നമ്മളെ കൂടെ എപ്പോഴും അള്ളാഹു ഉണ്ട്. നമ്മൾ ഈ ചുമക്കുന്ന ഭാരങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആ ചുമക്കുന്ന ഭാരങ്ങൾ ഇല്ലാണ്ടായി മാറേ, മുഴുവനും അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മൾ സഹിക്കുന്ന ഈ കാര്യങ്ങളെ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ അതിന് പ്രതിഫലം ചോദിക്കുന്ന സമയത്ത്, അള്ളാഹുവിന്റെ സഹനത്തിനുള്ള പ്രതിഫലം തരണമെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് വലതുഭാഗത്ത് അതിനുള്ള പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മളെല്ലാം ഒറ്റയ്ക്ക് നേരിടുന്നു എന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും അള്ളാഹുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളെ ഹൃദയം എപ്പോഴും അള്ളാഹുമായിട്ട് കണക്റ്റഡ് ആണ്. ആ സമയത്ത് നമ്മളെ ഒരു കാര്യം ഒറ്റയ്ക്ക് നേരിടേണ്ട ആവശ്യമില്ല, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുക. വരമേൽപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് അള്ളാഹുവാണ്. ഹസ്ബുൻ അള്ളാഹു വനിഅമൽ വക്കീൽ, അലൈഹി തവക്കൽന. ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒന്നിനും പേടിക്കാനില്ല, നമുക്കൊന്നും ഒറ്റയ്ക്ക് നേരിടേണ്ട ആവശ്യമില്ല. അള്ളാഹു നമുക്ക് എല്ലാത്തിനുമുള്ള ശക്തി തന്നുകൊണ്ടിരിക്കും ഇൻഷാ അള്ളാ. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് വിജയം അല്ലെ, നമുക്കൊരു സക്സസ് ആയിട്ടുള്ള വുമണായി മാറണം, വിജയിച്ച ഒരു സ്ത്രീ ആയിട്ട് മാറണം. നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച ഒരാളായി മാറണം ഇൻഷാ അള്ളാ. പക്ഷെ ഈ സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് പണം മാത്രമോ അല്ലെങ്കിൽ പ്രശസ്തി മാത്രമോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റാറ്റസ് മാത്രമോ ഒന്നും അല്ല. ഖുർആൻ പറയുന്ന വിജയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഹൃദയത്തിന് സമാധാനം ഉണ്ടോ, നിങ്ങൾ വിജയിച്ചു. അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹുവിനോടുള്ള സ്നേഹം നിങ്ങളെ മനസ്സിൽ നിറയുന്നുണ്ടോ, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആഖിറം സുരക്ഷിതമായോ, ആഖിറത്തില് നരകത്തിലേക്ക് പോവാതെ അള്ളാഹുവിന്റെ പൂമുഖം ദർശിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയോ, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഇതാണ് ഒരു മുസ്ലിമായ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അവളുടെ വിജയത്തെ പറയാൻ കഴിയാം. ഒരു മുസ്ലിമ എന്ന് ഇപ്പം ജീവിതത്തിൽ ഒരു മുസ്ലിമ സക്സസ്ഫുൾ ആവണമെങ്കിൽ വീട്ടില് സ്നേഹമുള്ളവളാണോ അവൾ സക്സസ്ഫുൾ ആയ ഒരു മുസ്ലിമാണ്. അതുപോലെ മനസ്സ് ശാന്തമായവളാണോ അവള് സക്സസ്ഫുൾ ആയ ഒരു മുസ്ലിമാണ്. ദീനില് മുന്നേറുന്നുണ്ടോ, ദീനില് ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതല്ല,
ദീനിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഇന്നലത്തേനേക്കാളും ഒരു സ്റ്റെപ്പും കൂടി ഇന്ന് കൂടുതൽ വെച്ചിട്ടുണ്ടോ, അവള് സക്സസ് ആണ്. ലോകത്തും ആഖിറത്തിലും ബാലൻസ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, സക്സസ്ഫുൾ ആയ ഒരു മുസ്ലിമാണ്. ഇനി ഇതൊന്നും ഓക്കെ അല്ല എന്നുണ്ടെങ്കിലും ഇതൊക്കെ ആയി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഈ നൂർ സർക്കിൾ ഖുർആന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് ചെയ്യേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഈ യാത്ര പകുതിയിൽ ഉപേക്ഷിക്കൂല എന്നുള്ള ഒരു തീരുമാനം എടുക്കാം. ഞാൻ എൻ്റെ ആത്മാവിനെ അവഗണിക്കൂല എന്നുള്ള ഒരു തീരുമാനം. അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. യാ അള്ളാഹ്, ഞങ്ങളെ ഖുർആനിന്റെ വഴിയിലേക്കാക്കണേ, മുത്മയിനുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് ഡേ ഒന്ന് മാത്രമാണ്, ഇതൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. ഇൻഷാ അള്ളാ ഇനി നമ്മൾക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കാനും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് എല്ലാം ആ ചേമ്പിലയിൽ വെള്ളം പോകുന്ന പോലെ കളഞ്ഞുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ബേജാറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ശരീരത്തിന്റെ മനസ്സിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ശരീരത്തിലും മനസ്സിലും എല്ലാം നിറച്ചുകൊണ്ട് അള്ളാഹുവായിട്ട് കണക്ട് ചെയ്ത ഒരു നല്ല മുസ്ലിമായിട്ട് ജീവിക്കാൻ നമുക്ക് ഇന്നു മുതൽ തുടങ്ങാം. ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ആ ഒരു നിയത്തോടു കൂടി ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ. ഈ ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ, ഞങ്ങൾ നടത്തുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചാൻസ് ഉണ്ട്. അതിൽ ഖുർആൻ ഹിഫ്ള്, തജ്വീദ്, തഫ്സീർ, തർജമ കൂടെ എങ്ങനെ നല്ല മുസ്ലിമയാവാം എന്നുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ഇൻഷാ അള്ളാ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.